ഹായ് ഗേസ്, ഇനി ഞാൻ വന്നത് ഇതുണ്ടോ, ഇത് റോസ്മേരിയാ. റോസ്മേരി ഉണങ്ങി വെച്ചതാ കേട്ടോ. വേനൽക്കാലത്ത് ഞാൻ ഉണങ്ങി വെച്ചതാ ഇത്. ഇതിൻ്റെ കുഞ്ഞ് ഇലകളാണ് റോസ്മേരിയുടെ. ഇത് കണ്ടോ, ഇത്രയും ചെറിയ ഇല ഇത് കേട്ടോ. ഇതും പച്ചയ്ക്കും ഇതുപോലെ തന്നെ ഇത്ര ഇല മുഴുപ്പുള്ളൂ. ഇത് പീസാക്കി ഉണങ്ങി വെച്ചതാണ്. ഞാൻ റോസ്മേരി വാട്ടർ എൻ്റെ ഉണ്ടാക്കി വെച്ചത് ഇപ്പം 3-4 മാസത്തോളമായി. അത് തീർന്നു പോയി. അപ്പം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാം, അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതുപോലെ കുറച്ചെല്ലാം മതി നമുക്ക്. ഇത്ര ഉണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിൽ അതിട്ട് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമ്പും കൂടെ ഇടാം കേട്ടോ. 5-6 ഗ്രാമ്പു, പിന്നെ ഉലുവയും കുറച്ച് മതി. 5-8 ഉലുവ മതി. എനിക്ക് ഗ്രാമ്പു ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ തേടിയിട്ട് കണ്ടില്ല. അപ്പോൾ ഉലുവ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ, നല്ല മുടിക്ക് തലയ്ക്ക് തണുപ്പ് കിട്ടാനൊക്കെ ഉലുവ നല്ല കൂട്ടുകാരെ. ഞാനിപ്പോൾ ഇത് 1 വർഷത്തോളമായി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കുഞ്ഞു മുടികൾ ഉണ്ടായിട്ടുണ്ട് എനിക്കിത്. സ്മോൾ ഹെയർ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടായ മുടികളാണ് എനിക്കിത്. നിങ്ങൾക്ക് മുടിക്ക് ഉള്ളില്ലെങ്കിൽ കൂട്ടുകാരെ ഇങ്ങനെ ഉണ്ടാക്കി തേച്ചാൽ മതി. മുടിക്ക് നല്ല ഉള്ളുണ്ടാകും. നമ്മളൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ എണ്ണ തൂത്തിട്ട് പോവുകയാണ്, ഇത് ഓയിൽ തൂത്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിട്ട് സ്മൂത്തായിട്ട് മുടി കിടക്കും. ഇത് നല്ലൊരു സ്മെല്ലുണ്ട് ഈ റോസ്മേരിക്ക്, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാം. നല്ല മുറിക്കകത്തൊക്കെ നല്ല മണം വരും. വെളിയിലാണെങ്കിൽ നല്ല മണമുണ്ട് കൂട്ടുകാരെ. ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് ഇതിനകത്ത് ഉലുവായും ഗ്രാമ്പും കൂടി ഇട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് തലേദിവസം വെക്കണം. അപ്പം പിറ്റേ ദിവസം നമുക്കത് അരിച്ചെടുത്തിട്ട് ബോട്ടിലിനകത്ത് വെക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചതാണേ, കാണിക്കാവേ. ഇത് ഉണ്ടോ, ഇതേ ഈ കളർ കിട്ടും. ഈ കളറായി കാണാമല്ലോ അല്ലേ. അരിപ്പ് വെച്ചിട്ടുണ്ട്, അരിച്ചാണ് എടുക്കുന്നത്. ഇതുണ്ടോ, നമുക്കിത് ചില്ലിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നല്ല കേട്ടോ. ഇതുണ്ടോ, ചില്ല് ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ നമുക്ക്, അല്ലാതെ വെളിയിലും വെക്കാം കേട്ടോ. ഇത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ തേക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മളെടുത്ത് വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കണം. നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്കാൽപ്പൊക്കെ. അല്ലെങ്കിൽ സ്പ്രേ ചെയ്തില്ലെന്ന് ഇച്ചിരി എടുത്ത് ഇങ്ങനെ തൂത്ത് കൈ കൊടുത്താലും മതി. നല്ലതാണ് കൂട്ടുകാരെ. നല്ല തലയ്ക്ക് നല്ല കുളിർമയുണ്ട്, നല്ല മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കും. നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ റോസ്മേരി നമുക്ക് ചിക്കൻ വെക്കുമ്പോഴും ബീഫ് വെക്കുമ്പോഴും ഒക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിക്കകത്ത് ഇടാനും നല്ലതാണ്. എല്ലാവരും റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് നോക്കും. മുടി നല്ലതായിട്ട് വളരും, ഗ്രോത്ത് ആകും. നല്ല കുഞ്ഞു മുടികൾ വളരും. നല്ലതാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് കിടക്കും മുടി. നമ്മൾ വെളിയിലൊക്കെ തേച്ചിട്ട് വാട്ടർ തേച്ചിട്ട് പോവാണെങ്കിൽ അത് ഒത്തിരി പറന്നൊന്നും കിടക്കത്തില്ല, ഒതുങ്ങി തന്നെ കിടക്കും മുടി. നല്ല സോഫ്റ്റായിട്ട് കിടക്കും, നല്ല ഭംഗിയായിട്ടും ഇരിക്കും. എല്ലാവരും ഒരെണ്ണം വാങ്ങിച്ച് വെക്കാൻ, നമുക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചതായിരുന്നു. എന്നിട്ട് അത് കുറേ ആയപ്പോഴത്തേനും അതിന് വേരിന് എന്തോ വേര് ചീഞ്ഞു പോയി. ഇപ്പോൾ ഒരു ചെടിയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ പീസാക്കി നമുക്ക് വെച്ച് പിടിപ്പിക്കാം. തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ ഞാനത് ഒരെണ്ണമുള്ളത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.